ആ ഭരണത്തിലിരുന്ന 15 വർഷക്കാലത്തിൽ എന്തെങ്കിലും ഈ UDF സ്ഥാനാർത്ഥിയുടെ പേര് ഏതെങ്കിലും തലത്തിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ, കള്ളത്തരത്തിലെങ്കിലും എഴുതി ചേർക്കാൻ കഴിഞ്ഞോ? അതൊന്നും ചെയ്തില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ മഹാന്റെ വക പത്രസമ്മേളനം നടത്തുകയാണ്. എന്നിട്ട് വീഡിയോ കൊലപാതകം നടത്തുന്നതിന്റെ വീഡിയോ വെച്ച് പ്രചരിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇത്ര വൃത്തികെട്ട പ്രവൃത്തി നടത്തിയ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. നിയമമുണ്ട്, നിയമ സംവിധാനമുണ്ട്, അവിടെയൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിങ്ങൾ ജയിച്ചു, ചെറിയ മാർജിനിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ള ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വെറുതെ വിടുന്നു വിചാരിക്കണ്ട. പിന്നെ പറയും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരാളുണ്ടല്ലോ, ആൾക്ക് 40 ലക്ഷം രൂപ കൊണ്ടുവന്നു BJPക്ക് വിതരണം ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ഖാദർ മത്സരിക്കുന്ന സമയത്ത് അന്ന് 40 ലക്ഷം രൂപ പോയി കൊണ്ടുവന്ന് BJPക്ക് വിതരണം ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും BJPയുടെ വോട്ടൊക്കെ UDFന് വരട്ടെ. എന്നിട്ട് എവിടേക്ക് പോയി UDFന്റെ വോട്ട് പറയണം. 19,000 വോട്ടുകൾ BJPയുടേത്, ഇടതുപക്ഷത്തിന് നിങ്ങൾ നേടിയെടുത്ത് നിങ്ങൾ തമ്മിലുണ്ടാക്കിയ അന്തർധാരയുടെ ഭാഗമായി 19,000 വോട്ടുകൾ BJPയുടേത് മേടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതിനുശേഷം വന്ന് തെരഞ്ഞെടുപ്പ് പറയുന്നു ഞങ്ങളാണ് BJPയുമായി ധാരണയുണ്ടാക്കി, BJPക്ക് ഞങ്ങൾ പണം കൊടുത്തുവെന്നു. ഇത്തരത്തിലെ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തി. നിങ്ങളെല്ലാം ഒരു കാര്യം ഓർത്തോളൂ, ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നേരം കൊണ്ട് ഈ നേരം വെളുത്ത് നിങ്ങളെല്ലാം വേണ്ട അവസാനിക്കുന്നത് കരുതണ്ട. നേരം സന്ധ്യയായാൽ, രാത്രി കഴിഞ്ഞാൽ ഒരു പുലരിയുണ്ട്. ആ പുലരിയിൽ നേരം വെളുക്കും, അന്ന് വെളിച്ചമുണ്ടാകും. ആ വെളിച്ചത്തിൽ എല്ലാവരും എല്ലാം തിരിച്ചറിയും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ.